ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. ഇപ്പോൾ കുറേ പേര് നമുക്കറിയാം, ഇപ്പോൾ RBI നമ്മുടെ FD റേറ്റ്സ് കൂടിയിട്ടുണ്ട്. അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റിന് നമുക്കിപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോർമൽ കോമൺ മാൻ ഇടുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് ആണല്ലോ FD എന്ന് പറയുന്നത്, ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നോർമലി പണ്ടത്തെ പോലെ ഇപ്പോൾ ഒരു അക്കൗണ്ട് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളൊരു ബാങ്കിൽ ഇപ്പോൾ FD ഇടണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു സേവിങ്സ് അക്കൗണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അക്കൗണ്ട് വേണമെന്ന് നിർബന്ധമില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടാണ്, അതായത് ഒരു ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ആണ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനത്തെ ഇപ്പോൾ അക്കൗണ്ട് ഇല്ലാണ്ട് തന്നെ നമുക്കിപ്പോൾ ഏത് ബാങ്കിൽ വേണമെങ്കിൽ നമുക്കിപ്പോൾ FD ഇടാൻ പറ്റും, അതും ഓൺലൈനിൽ ഇടാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം, നമ്മൾ നോർമലി FD ഇടുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മുടെ അതിന് ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്മോൾ ഫൈനാൻസ് ബാങ്കുകളും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 9.5% വരെ നമുക്ക് ആനുവലി ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്ന ബാങ്കുകൾ കുറേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. സ്റ്റേബിൾ മണി എന്നൊരു ആപ്പാണ്. ഇതാണ് സംഭവം കേട്ടോ. ഇത് കൂടെ നിങ്ങൾക്കിപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ട് ഇല്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് തന്നെ ഓൺലൈനിൽ തന്നെ നമുക്ക് FD ഇടാൻ പറ്റൂല. ഇതെല്ലാം സേഫാണ്, RBIയുടെ അണ്ടറിൽ വരുന്ന ആപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കിതിൽ RBIയുടെ ഇൻഷുറൻസ് ആയിട്ടുള്ള DICGC പ്രൊട്ടക്റ്റഡ് 5 ലക്ഷം വരെ. അതായത് ഇതിൽ ഉള്ള ഫുള്ള് നമ്മുടെ നോർമൽ ബാങ്കുകളാണ്, സ്മോൾ ഫൈനാൻസ് ബാങ്കുകളും സാധാ പബ്ലിക് ബാങ്കുകളും പ്രൈവറ്റ് ബാങ്കുകളാണ്. അപ്പോൾ നമ്മൾ ഇടുന്ന FD ബാങ്കിലേക്കാണ് പോകുന്നത്, അല്ലാണ്ട് ഈ ആപ്പായിട്ടൊരു ബന്ധമില്ല. അത് ജസ്റ്റ് ഒരു മീഡിയ ആയിട്ട് മാത്രം ചെയ്യുന്ന ഒരു ആപ്പാണ് ഇത്, സ്റ്റേബിൾ മണി എന്ന് പറയുന്നത്. നമ്മളിത് പ്രൊമോഷൻ സംഭവമൊന്നുമല്ല, നമ്മളിത് ട്രൈ നോക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്നതാണ് മാത്രം കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ആപ്പ്. 9.5% വരെ നമുക്ക് ആനുവലി കിട്ടുന്ന ഒരു സംഭവമാണ്. ഞാൻ ആപ്പ് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതിൽ മെയിൻലി അവർ കൂടുതൽ എന്താ പറയുക, നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് തരുന്നത് സ്മോൾ ഫിനാൻസ് ബാങ്കുകളാണ്. അപ്പോൾ ഇതാണ് അവരുടെ ആപ്പ് എന്ന് പറയുന്നത്. ആൻഡ്രോയിഡിൽ നമുക്ക് ആൻഡ്രോയിഡിലും iOS-ലും രണ്ടിലും അവൈലബിൾ ആണ്. ഇതാണ് ആപ്പ് കണ്ടു. അപ്പോൾ ഇത് ഓരോ ബാങ്കുകളുടെ പരസ്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് 8.8 ഇത് ഓൾറെഡി ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇൻഷുർഡ് ബൈ 5 ലക്ഷം വരെ നമുക്ക് DICGCയുടെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഇൻസ്റ്റന്റ് വിഡ്രോവൽ ആണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് ഇപ്പോൾ വരുന്നത് നോർത്ത് ഈസ്റ്റ് SF ബാങ്ക് എന്നൊരു ബാങ്കാണ്. അതിപ്പോൾ നോർത്തിലത്തെയാണ്. അതുപോലെ തന്നെ സൂര്യോദയ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്ക്. ഉത്കർഷൊക്കെ നമുക്ക് ഇവിടെ തൃശ്ശൂർ കേരളത്തിലൊക്കെ ഉണ്ട്, കേരളത്തിലുണ്ട്. പിന്നെ നമുക്ക് ഇൻഡസ്ഇൻഡ് ബാങ്കിന് വരുന്നുണ്ട് 8.49. പിന്നെ ശിവലിംഗ് സ്മോൾ ഫിനാൻസ് ബാങ്ക് വരുന്നുണ്ട് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ മിക്കുള്ള ബാങ്കും ഉണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് 7.9%. ഉജ്ജീവൻ ബാങ്ക് 8.75%. ഉജ്ജീവൻ ബാങ്ക് നമുക്ക് തൃശ്ശൂർ അവൈലബിൾ ആണ്, അതായത് കേരളത്തിലുണ്ട്. ഇൻഡസ്ഇൻഡ് ബാങ്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു സുഖമാണ് സംഭവം. ഞാൻ നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ നമ്മുടെ FD ഇടാൻ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ നമ്മുടെ സ്റ്റേബിൾ മണിയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് അതുകൊണ്ട് കൊടുക്കുമ്പോൾ ഈസി ആയിട്ട് പ്രൊസീജിയറാണ് സംഭവം. നോർമൽ നമ്മളൊരു അക്കൗണ്ട് എങ്ങനെ ഓൺലൈൻ തുറക്കുക അതേ പ്രൊസീജിയർ തന്നെയാണ് കേട്ടോ. വ്യത്യാസം എന്താ വെച്ചാൽ നമ്മളതിൽ മണി ഇടുന്നത് മാത്രമാണ്. ഇപ്പോൾ ഇനീഷ്യൽ ഫണ്ടിങ് ഒക്കെ നമ്മൾ ചെയ്യില്ല, അതേ പ്രൊസീജിയർ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് കാണിച്ചു തരണ്ടാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ ഞാൻ ജസ്റ്റ് ബ്രൈറ്റ്നസ് ഒന്ന് കുറയ്ക്കാം. അപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ എടുത്തു വെച്ചിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഇവിടെ ഇത് കൊടുക്കുക കണ്ടു. അപ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് എഴുതിയിട്ടുണ്ട് 1 year 5 months ആണെങ്കിൽ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ നമുക്ക് 8.49. 1 year 5 months റെഗുലർ ആണെങ്കിൽ 7.99%, അതായത് 8%. വിഡ്രോ എനി ടൈം ആഫ്റ്റർ 7 days ആണ്. അതായത് ലോക്കിൻ പീരീഡ് വരുന്നത് 7 days ആണ്. 7 days വെച്ചാൽ നമുക്ക് എപ്പോഴും വിഡ്രോ ചെയ്യാം. അപ് ടു 5 lakhs ഇൻഷുർഡ് ബൈ RBI സബ്സിഡറി DICGC കൂടെ കാണുന്നുണ്ട് കണ്ടു. പിന്നെ 24/7 സ്റ്റേബിൾ മണി സപ്പോർട്ട് വരുന്നുണ്ട്. നോ പെനാൽറ്റി ഓൺ യുവർ പ്രിൻസിപ്പൽ എമൗണ്ട് ഫോർ പ്രീമച്വർ വിഡ്രോ. അതായത് നമ്മൾ ഇട്ട എമൗണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം. അത് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് ഫൈനും സംഭവമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ. നിങ്ങൾക്ക് ഇത് ഫുൾ വായിച്ചോ. ജസ്റ്റ് സിമ്പിൾ പരിപാടിയാണ്. മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 1000 രൂപയാണ്. വിഡ്രോവൽ എനി ടൈം ആഫ്റ്റർ 7 ആണ്. പേയ്മെൻറ്റ് മോഡ് നമുക്ക് UPI ത്രൂ നെറ്റ് ബാങ്കിങ് ത്രൂ ചെയ്യാം. കോമ്പൗണ്ടിങ് ഫ്രീക്വൻസി വരുന്നത് ക്വാർട്ടർലി ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അവർ കാൽക്കുലേറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു 1 lakh ലെഫ്റ്റ് ഇട്ടു വിജയിച്ച് കഴിഞ്ഞാൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ് 1 lakh വരിക. അപ്പോൾ നിങ്ങൾ 1 lakh ഇട്ട് 1 year 5 months ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 1,12,000 ആണ് കിട്ടുക കേട്ടോ. അപ്പോൾ അതിൻ്റെ സംഭവം കാണിച്ചിട്ട് ഇവിടെ ചെക്ക് ടെൻഡർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കണ്ടു. അപ്പോൾ ഇതിൻ്റെ അടുത്ത സെക്ഷനിലേക്ക് പോകും. അപ്പോൾ അത് ത്രൂ നിങ്ങൾക്ക് സുഖമായിട്ട് വന്നുകൊണ്ട് നമുക്ക് എത്ര FD ഇടേണ്ടത് കണ്ടു, ഡീറ്റെയിൽസ് ഒക്കെ വന്നുകൊണ്ടോ. അതിൻ്റെ ബ്രൈറ്റ്നസ് തന്നെ കയറി പോകുന്നുണ്ടല്ലേ കുറച്ച് കണ്ടു. ഇതിൽ നിങ്ങൾക്ക് ഫോക്കസ് ആവും സോണി, എന്തെങ്കിലും ഒരു ബ്രൈറ്റ്നസ് ഇഷ്യൂ അല്ലെങ്കിൽ ഫോക്കസ് ഇഷ്യൂ. ഇത് ഞാൻ ഓട്ടോ ബ്രൈറ്റ്നസ് ഓഫ് ചെയ്യട്ടെ, ശരിയാവില്ലേ? കണ്ടു. അപ്പോൾ നമുക്കിവിടെ എമൗണ്ട് അടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ എത്ര FD ഉണ്ട് എമൗണ്ട് അടിച്ചു കൊടുക്കുക. എത്ര ടെനർ വേണ്ടത്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് പേ ഔട്ട് എങ്ങനെയാണ്, മെച്യൂരിറ്റി ആയിട്ട് മതിയോ
ആക്ഷൻ ഓൺ മെച്യൂരിറ്റി കഴിഞ്ഞ് റീഫണ്ട് ആയിട്ട് വരണോ അതോ ഒന്നുകൂടി ഇൻവെസ്റ്റ് ചെയ്യണോ, അതാണ് റീഇൻവെസ്റ്റ് കണ്ടു സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മെച്യൂരിറ്റി എമൗണ്ടും കാണിക്കും, കണ്ടിന്യൂ കൊടുക്കുക കണ്ടോ. അപ്പോൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണിക്കും കണ്ടോ, നിങ്ങളുടെ ഫോൺ നമ്പർ ലിങ്ക് ആയിട്ടുള്ള ആധാർ ലിങ്ക്ഡ് ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ടോ. അപ്പോൾ ആധാർ ലിങ്ക്ഡ് ഫോൺ നമ്പർ കൊടുക്കുക. അപ്പോൾ കണക്റ്റിംഗ് ടു ഇൻഡസ്ഇൻഡ് ബാങ്ക്, അപ്പോൾ ഡയറക്റ്റ് പിന്നെ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകാം കണ്ടു. മൊബൈൽ നമ്പർ ഇത് ഞാൻ എൻ്റെ സെക്കൻഡറി നമ്പർ അതിലുണ്ടാവില്ല. അപ്പോൾ അതാണ് നമുക്ക് സുഖമായിട്ട് സംഭവങ്ങൾ ചെയ്യാം കേട്ടോ. ഇതിൽ ഡയറക്റ്റ് ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ ഇതേപോലെ തന്നെയാണ് ഇൻഡസ്ഇൻഡ് ബാങ്ക്. നമ്മൾ ചുമ്മാ എക്സാമ്പിളായിട്ട് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഏത് ബാങ്കാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആ ബാങ്കിൻ്റെ ഡയറക്റ്റ് സൈറ്റിലേക്ക് പോട്ടാം. അത് പിന്നെ പ്രൊസീജിയർ ഫുള്ള് നമ്മുടെ സൈറ്റിലാണ്. എമൗണ്ട് ആഡ് ചെയ്യുക, KYC ചെയ്യുക, നമ്മുടെ ഡീറ്റെയിൽസ് കാണുക. നമ്മൾ ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കുമ്പോൾ ഡീറ്റെയിൽസ് കൊടുക്കുക അതേപോലെ തന്നെ. അപ്പോൾ ഇതാണ് നമുക്ക് സുഖമായിട്ട് ഏറ്റവും ഈസി ആയിട്ട് ഇപ്പോഴത്തെ ഈസി പരിപാടിയാണ് FD ഇടാൻ നിൽക്കുക. പണ്ട് നമുക്ക് അക്കൗണ്ട് വേണം, അതും ഓഫ്ലൈൻ പോയി ചെയ്യണം. ഇപ്പോൾ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ ആപ്പ് ത്രൂ തന്നെ ഓൺലൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതിനായിട്ട് ഈസിയാണ്. ഇപ്പോൾ അക്കൗണ്ടും വേണ്ടാത്തവർക്കും നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് നേരത്തെ കാണിച്ചിരുന്ന പോലെ തന്നെ ഉജ്ജീവൻ ബാങ്കിലോ അതുപോലെ തന്നെ ഉത്കർഷ് ബാങ്കിലൊക്കെ നിങ്ങൾക്ക് FD ഇടണമെങ്കിൽ ഇത് കൂടെ സുഖമായിട്ട് ഡയറക്റ്റ് ഇടാം. അക്കൗണ്ടും കാര്യമൊന്നും ആവശ്യമില്ല. മെച്യൂരിറ്റി ആകുമ്പോൾ നമുക്ക് സ്റ്റേബിൾ മണി ആപ്പ് കൂടെ തന്നെ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രാഞ്ചിൽ പോയാലും നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റും കേട്ടോ. എന്ന് വെച്ചാൽ ഇവിടെ ഉത്കർഷും സ്മോൾ ഫിനാൻസ് ബാങ്ക് അതുപോലെ തന്നെ നമ്മുടെ ഉജ്ജീവൻ ബാങ്കൊക്കെ നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ ബ്രാഞ്ചിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മെച്യൂരിറ്റിക്ക് മുമ്പ് ഇത് പിൻവലിക്കാം കേട്ടോ. അപ്പോൾ സേഫ് പരിപാടിയാണ്. നിങ്ങൾക്ക് ആരെങ്കിലും FD ഇടാൻ നോക്കുന്നുണ്ടെങ്കിൽ മറക്കണ്ട. ഞാൻ എന്തായാലും അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടാണ്, മറക്കണ്ട. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രം പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളൊന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അടുത്ത കാണാം. ബൈ.